ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. നമ്മൾ 7ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 2024 പുതിയ ടെക്സ്റ്റ് ബുക്കിൽ കണക്കിലെ ചുരുക്കെഴുത്ത് എന്ന് പറഞ്ഞ 7ാമത്തെ ചാപ്റ്ററിൽ പേജ് നമ്പർ 96-ലും 98-ലുള്ള ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ 96ാമത്തെ പേജിലുള്ള ക്വസ്റ്റ്യൻസ് നോക്കൂ. കുറേ സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ടുണ്ട്. അതൊക്കെ ബീജഗണിത ഭാഷയിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കത് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് നോക്കൂ, ഏത് സംഖ്യയോടും 0 കൂട്ടിയാൽ അതേ സംഖ്യ തന്നെ കിട്ടുന്ന പറഞ്ഞത് അല്ലേ. അപ്പോൾ സംഖ്യക്ക് നമുക്ക് എക്സ് എന്ന് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ബീജഗണിത രൂപം എന്താണ്? എക്സ്ക്ക് 0 കൂട്ടിയാൽ എക്സ് തന്നെ കിട്ടുന്നല്ലേ പറഞ്ഞത്. അപ്പോൾ x+0 = എക്സ് എന്ന് എഴുതാൻ പറ്റും ഒന്നാമത്തിൻ്റെ ആൻസറായിട്ട്. ഇനി രണ്ടാമത്തെ നോക്കൂ, ഏത് സംഖ്യയിൽ നിന്നും 0 കുറച്ചാൽ അതേ സംഖ്യ കിട്ടുന്ന പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ സംഖ്യേനെ നമ്മൾ എക്സ് എന്ന് കൊടുത്താൽ എക്സ് എന്ന് 0 കുറച്ചാൽ എക്സ് കിട്ടുന്ന പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ബീജഗണിത രൂപത്തിൽ എങ്ങനെ എഴുതാം? x-0 = എക്സ് എന്ന് എഴുതാലോ. ഇനി മൂന്നാമത്തത് നോക്കൂ, ഏത് സംഖ്യയിൽ നിന്നും അതേ സംഖ്യ കുറച്ചാൽ 0 ആകുന്ന പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ സംഖ്യക്ക് എക്സ് എന്ന് കൊടുത്താൽ ആ സംഖ്യയിൽ നിന്ന് അതന്നെ കുറക്കുക എന്ന് പറഞ്ഞാൽ എക്സ് എന്ന് എക്സ് കുറക്കുക. അപ്പോൾ ബീജഗണിത രൂപത്തിൽ എങ്ങനെ എഴുതാം? x-x = 0 എന്ന് എഴുതാൻ പറ്റും. ഇനി 4 നോക്കൂ, ഏത് സംഖ്യയെയും 0 കൊണ്ട് ഗുണിച്ചാൽ 0 ആകും. സംഖ്യ എക്സ് ആണ്. അപ്പോൾ 0 കൊണ്ട് ഗുണിക്കുക എന്ന് പറഞ്ഞാൽ x×0 അല്ലേ. അപ്പോൾ x×0 എന്ന് പറഞ്ഞാൽ എന്താണ് ആൻസർ? 0 ആവും എന്നാണ് പറഞ്ഞത്. അപ്പോൾ 0 തന്നെയാണ്. x×0 = 0 എന്ന് എഴുതാം. ഇനി അഞ്ചാമത്തത് നോക്കൂ, ഏത് സംഖ്യയെയും അതുകൊണ്ട് തന്നെ ഹരിച്ചാൽ 1 കിട്ടുന്ന പറഞ്ഞത് അല്ലേ. അപ്പോൾ സംഖ്യ എക്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹരിക്കുക എന്ന് പറഞ്ഞാൽ x/x അല്ലേ. എക്സിനെ എക്സ് കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടുന്ന പറഞ്ഞത്? 1 കിട്ടുന്നതാണ്. അപ്പോൾ x/x = 1 എന്ന് നമുക്ക് ആൻസർ എഴുതാൻ പറ്റും. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ, ഏത് സംഖ്യയോടും അതിൻ്റെ 2 മടങ്ങ് കൂട്ടിയാൽ 3 മടങ്ങാകുന്ന പറഞ്ഞിട്ടുള്ളത് അല്ലേ. സംഖ്യക്ക് നമുക്ക് എക്സ് എന്ന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ സംഖ്യയുടെ 2 മടങ്ങ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2x ആണ് അല്ലേ. സംഖ്യയുടെ 3 മടങ്ങ് എന്ന് പറഞ്ഞാലോ 3x ആണ്. അപ്പോൾ ബീജഗണിത രൂപത്തിൽ നമുക്കത് എങ്ങനെ എഴുതാം? 2xക്ക് ഒരു എക്സും കൂടെ കൂട്ടിയാൽ 3x ആവും എന്ന് എഴുതാം അല്ലേ. 2x + x = 3x. 2 മടങ്ങക്ക് ആ സംഖ്യ കൂട്ടിക്കഴിഞ്ഞാൽ 3 മടങ്ങാവും എന്നാണ് പറഞ്ഞത്. അപ്പോൾ 2x + x = 3x എന്ന് നമുക്ക് ആൻസറായിട്ട് എഴുതാൻ പറ്റും. ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ, ഏത് സംഖ്യയുടെയും 3 മടങ്ങിൽ നിന്ന് 2 മടങ്ങ് കുറച്ചാൽ സംഖ്യ തന്നെ കിട്ടുന്ന പറഞ്ഞത് അല്ലേ. അപ്പോൾ ഇവിടെ സംഖ്യ നമ്മൾ എക്സ് എന്ന് എടുക്കുകയാണെങ്കിൽ സംഖ്യയുടെ 2 മടങ്ങ് 2x ആണ് നമുക്കറിയാം. സംഖ്യയുടെ 3 മടങ്ങ് എന്ന് പറഞ്ഞാൽ 3x ആണ് എന്നും അറിയാം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ബീജഗണിത രൂപത്തിൽ എങ്ങനെ എഴുതാം? 3 മടങ്ങെന്ന് 2 മടങ്ങ് കുറച്ചാൽ ആ സംഖ്യ കിട്ടുന്ന പറഞ്ഞത്. അപ്പോൾ 3 മടങ്ങ് എന്ന് പറഞ്ഞാൽ 3x ആണ്. 2 മടങ്ങ് എന്ന് പറഞ്ഞാൽ 2x ആണ് അല്ലേ. അപ്പോൾ 3x - 2x = x എന്ന് എഴുതാൻ പറ്റും. ഇനി ഈ പേജിൽ 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ, ഏത് സംഖ്യയോടും മറ്റൊരു സംഖ്യ കൂട്ടിയ സംഖ്യ കുറച്ചാൽ ആദ്യത്തെ സംഖ്യ കിട്ടുന്ന പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നോക്കൂ, ഒരു സംഖ്യയുണ്ട്, മറ്റൊരു സംഖ്യ ഉണ്ട് അല്ലേ. അപ്പോൾ 2 സംഖ്യകളെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒന്നിനെ എക്സ് എന്നും ഒന്നിനെ y എന്നും കൊടുക്കാം. നമുക്കതെങ്ങനെ ബീജഗണിത രൂപത്തിൽ എഴുതാം? ഏതൊരു സംഖ്യയോടും മറ്റൊരു സംഖ്യ കൂട്ടി എന്നാണ് പറഞ്ഞത്. അതായത് എക്സും വൈയും കൂടെ കൂട്ടുക. എന്നിട്ടോ പിന്നെ കൂട്ടിയ സംഖ്യ കുറക്കാൻ, കൂട്ടിയ സംഖ്യ എന്ന് പറഞ്ഞാൽ y കുറക്കുക അല്ലേ. അപ്പോൾ ആദ്യ സംഖ്യ കിട്ടും എന്നാണ് പറഞ്ഞത്. അതായത് എക്സും വൈയും കൂടി കൂട്ടിയിട്ട് y കുറച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് അത് എക്സ് ആണ് ആൻസർ കിട്ടുന്നത്. അപ്പോൾ എങ്ങനെ എഴുതാം? x+y - y = x എന്ന് എഴുതാം അല്ലേ. ആദ്യം നമ്മൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റായിട്ട് വായിക്കുക, അതിനനുസരിച്ച് എഴുതിയാൽ മതി. എക്സും വൈയും കൂടെ കൂട്ടുക, എന്നിട്ട് ആ കൂട്ടിയ സംഖ്യ കുറക്കുക. കൂട്ടിയത് y അല്ലേ, അതങ്ങ് കുറച്ചു. അപ്പോൾ എന്താ കിട്ടുന്നത്? ആദ്യത്തെ സംഖ്യയാണ് കിട്ടുന്നത്. x+y - y = x എന്ന് എഴുതാം. ഓക്കെ അല്ലേ. ഇനി നമുക്ക് 98ാമത്തെ പേജിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. നോക്കൂ, ചുവടെയുള്ള കണക്കുകൾ മനസ്സിൽ തന്നെ ചെയ്യുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് കുറച്ച് കണക്കുകൾ തന്നിട്ടുണ്ട് അല്ലേ. അതിൽ ഫസ്റ്റത്തെ എന്താണ്? 49 + 125 + 75 ആണ്. അപ്പോൾ 49ക്ക് 125 കൂട്ടുക, എന്നിട്ട് അതിക്ക് 75 കൂട്ടുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്കത് ചെയ്ത് നോക്കാതെ പറ്റില്ല. അത് നമുക്ക് മനസ്സിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? 125ക്ക് 75 കൂട്ടുക. 125 75 എത്രയാണ്? 200 ആണ് അല്ലേ. 200ക്ക് 49 കൂട്ടണമെങ്കിൽ നമുക്ക് എഴുതി ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. 249 എന്ന് കിട്ടും. അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്? 249 ആണ്. ഇനി അടുത്തത് നോക്കൂ, 3 അരിക്ക് 8.25 കൂട്ടി അതിക്ക് 4 കൂട്ടുന്നതിലേറെ നമുക്ക് എളുപ്പം എങ്ങനെയാണ്? 8.25 4 കൂടെ കൂട്ടുക, എന്നിട്ട് അതിക്ക് 3.5 കൂട്ടുക അല്ലേ. 8.25 4 കൂടെ കൂട്ടിയാൽ എത്രയാണ്? 3.25 4 എത്രയാണ്? 1 അല്ലേ. അപ്പോൾ 8ഉം അതിക്ക് കൂട്ടിയാൽ 9 ആയി. 9ക്ക് പിന്നെ എന്ത് കൂട്ടണം? 3.5 കൂട്ടണം. 9ക്ക് 3.5 കൂട്ടിയാൽ എത്രയാണ്? 9ക്ക് 3 കൂട്ടിയാൽ എത്രയാണ്? 12 അല്ലേ. അപ്പോൾ 12.5 അല്ലേ. 12.5 നമുക്ക് ആൻസർ എഴുതാൻ പറ്റും. ഇനി അടുത്തത് നോക്കൂ, 15.5ഉം 0.25ഉം 0.75 കൂട്ടിയാൽ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്.
ഇത് നമുക്ക് എങ്ങനെ ചെയ്യാം? ആ ലാസ്റ്റുള്ള 0.25ഉം 0.75ഉം ആദ്യം കൂട്ടാം അല്ലേ? 0.25ഉം 0.75ഉം കൂടി കൂട്ടിയാൽ എത്രയാണ്? 1/4ഉം 3/4ഉം ആണ് അത് അല്ലേ? അത് രണ്ടും കൂടെ കൂട്ടിയാൽ 1 എന്നായി. 0.25ഉം 0.75ഉം കൂടി കൂട്ടിയാൽ 1 എന്നാണ്. ആ 1ക്ക് പിന്നെ എന്താ കൂട്ടേണ്ടത്? 15.5 കൂട്ടാം. 1ഉം 15.5ഉം കൂടെ കൂട്ടിയാൽ എത്രയായി? 16.5. നമുക്ക് ആൻസർ എഴുതാം. ഇനി അടുത്തത് നോക്കൂ, 38ഉം 27ഉം കൂട്ടാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? അപ്പോൾ അത് നമുക്ക് എങ്ങനെ ചെയ്യാം? അപ്പോൾ നോക്കൂ, 27 എന്ന് പറഞ്ഞാൽ 25ഉം 2ഉം ആണ് അല്ലേ? 25 2 അല്ലേ? 27. അത് ജസ്റ്റ് മനസ്സിലൊന്ന് വിചാരിക്കുക. എന്നിട്ടോ 38ക്ക് 2 കൂട്ടുക. അപ്പോൾ അത് 40 എന്നായി. 40ക്ക് പിന്നെ 25 കൂട്ടാൻ ഈസി അല്ലേ? 65 നമുക്ക് ആൻസർ എഴുതാം അല്ലേ? ഇനി ഇങ്ങനെ അല്ലെങ്കിൽ പിന്നെ ചെയ്യാൻ പറ്റിയത് 38 എന്നുള്ളതിനെ നമുക്ക് 35ഉം 3ഉം ആണെന്ന് വിചാരിക്കാം അല്ലേ? എന്നിട്ട് 27ക്ക് 3 കൂട്ടിയാൽ 30ആയി. ഈ 35ഉം 30ഉം കൂടിയും കൂട്ടിയാലും എന്ത് കിട്ടും? 65 എന്ന് കിട്ടും. ഈ രണ്ട് രീതിയിൽ വേണമെങ്കിലും നമുക്കിത് എഴുതാം. നോക്കൂ, 136 + 64 അപ്പോൾ അതെങ്ങനെ മനക്കണക്കായിട്ട് ചെയ്യാൻ പറ്റും? 136 പറഞ്ഞാലും 130ഉം 6ഉമാണ്. 64 പറഞ്ഞാൽ 60ഉം 4ഉമാണ്. 130ഉം 60ഉം ആദ്യം കൂട്ടുക. അപ്പോൾ 190 എന്ന് കിട്ടും അല്ലേ? 6ഉം 4ഉം കൂട്ടിയാൽ 10 എന്നും കിട്ടും. 190ഉം 10ഉം കൂട്ടിയാൽ എത്രയാണ്? 200 എന്നും കിട്ടും അല്ലേ? ഇത് നമുക്ക് മനക്കണക്കായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ എഴുതി കാണിക്കുക എന്നേ ഉള്ളൂ. ഈ പേജിൽ തന്നെയുള്ള രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഇത് നമ്മൾ മനക്കണക്കായിട്ട് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമുക്കത് ഓരോന്നോരോന്നായിട്ട് നോക്കാം. അപ്പോൾ അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. 135ന്ന് 73 കുറക്കുക. എന്നിട്ട് ആ ഒരു ഉത്തരത്തിൽ നിന്ന് 27 കുറക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? 73 27ഉം കൂടിയും കൂട്ടുക. എന്നിട്ട് അത് 135ന്ന് കുറച്ചാലും മതി. അപ്പോൾ ആദ്യം നമുക്ക് 73 27ഉം കൂട്ടുക. അപ്പോൾ എത്രയാണ് കിട്ടുന്നത്? 100 എന്ന് കിട്ടൂല. അപ്പോൾ 135ന്ന് 100 കുറച്ചാൽ മതി. ഇനി 135ന്ന് 100 കുറക്കുമ്പോൾ 35 നമുക്ക് ആൻസർ പറയാൻ പറ്റൂലേ? നമുക്ക് ചെയ്ത് നോക്കാൻ തന്നെ പറയാൻ കിട്ടുന്നില്ലേ? നേരെ കുറച്ച് 135ന്ന് ആദ്യം 73 കുറക്കുക, പിന്നെ 27 കുറക്കുക എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊന്ന് ചിന്തിക്കണം അല്ലേ? ഇതാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. ഇനി അടുത്തത് നോക്കൂ, 37ന്ന് 1.5 കുറക്കുക. എന്നിട്ട് അതിൽ നിന്ന് വീണ്ടും 1/2 കുറക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മൾ എങ്ങനെ ചെയ്യാൻ നേരത്തെ ചെയ്ത പോലെയാണെങ്കിൽ 1.5ഉം 1/2ഉം കൂടി ആദ്യം കൂട്ടുക. എന്നിട്ട് അത് 37ന്ന് കുറച്ചാൽ മതി. അപ്പം എങ്ങനെയാണ്? 1.5ക്ക് 1/2 കൂടി കൂട്ടിയാൽ എത്രയാണ്? 2 എന്ന് കിട്ടും അല്ലേ? ഇനി 37ന്ന് 2 കുറക്കുക. 37ന്ന് 2 കുറക്കുമ്പോൾ 35 നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ അല്ലേ? ഇനി അടുത്ത ദിവസം നോക്കൂ, 298 - 4.5 - 3.5 എന്നാണ് അല്ലേ? 298ന്ന് 4.5 കുറക്കുക. എന്നിട്ട് അതിൽ നിന്ന് 3.5 കുറക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അതിന് പകരം നമുക്ക് കുറച്ചുകൂടെ ഈസി ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? 4.5ഉം 3.5ഉം കൂടിയും കൂട്ടുക. എന്നിട്ട് അത് 298ന്ന് കുറച്ചാൽ മതി. അപ്പോൾ നോക്കൂ, 4.5ഉം 3.5ഉം കൂടിയും കൂട്ടിയാൽ എത്രയാണ്? 4ഉം 3ഉം 7ആണ്. 0.5ഉം കൂടി 1 അല്ലേ? അപ്പോൾ 7 1 8 എന്ന് കിട്ടി. അപ്പോൾ 298ന്ന് 8 കുറക്കുക. 298ന്ന് 8 കുറച്ചാൽ എത്രയാണ്? 290 എന്ന് കിട്ടും. ഇനി അടുത്തത് നോക്കൂ, ഇവിടെ കുറച്ച് വ്യത്യാസമുണ്ട് അല്ലേ? 78ന്ന് 29 കുറക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 78ന്ന് ആദ്യം 20 കുറക്കുക. 20 കുറച്ച് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് 9 കുറച്ചാൽ മതി. 78ന്ന് 20 കുറച്ചാൽ എത്രയാണ്? 58 ആണ് അല്ലേ? 58 20 അല്ലേ? 78 എന്ന് പറയുന്നത്. അപ്പോൾ 58 എന്ന് കിട്ടി. ഇനി അതിൽ നിന്ന് 9 കുറക്കുക. 58ന്ന് 9 കുറക്കാൻ 58ന്ന് 8 കുറച്ചാൽ എത്രയാണ്? 50 എന്ന് കിട്ടും. അതിൽ നിന്ന് 1 കുറച്ചാൽ മതി. അപ്പോൾ 49 അല്ലേ? അപ്പോൾ നമുക്ക് 78 - 29 എന്നുള്ളതിന് എങ്ങനെ എഴുതാം? 49 എന്ന് ആൻസർ പിന്നെ എഴുതി നോക്കാതെ തന്നെ നമുക്ക് പറയാൻ പറ്റും. ഇനി ഇതിത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, 140 - 51 ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ 51 എന്ന് പറഞ്ഞാൽ 40ഉം 10ഉം 1 ആണല്ലോ. 40ഉം 10ഉം 1 കൂട്ടിയാൽ 51 ആണ്. അപ്പോൾ നമുക്കത് ഓരോന്നോരോന്നായിട്ട് കുറക്കാം. അതായത് 140ന്ന് ആദ്യം 40 കുറക്കുക. അപ്പോൾ 100 എന്ന് കിട്ടും. 100ന്ന് 10 കുറക്കുക. അപ്പോൾ 90 എന്ന് കിട്ടും. 90ന്ന് 1 കുറക്കുക. അപ്പോൾ എത്രയായി? 89 നമുക്ക് ആൻസർ എഴുതാൻ പറ്റും. ഓക്കെ ആണല്ലോ? ഇനി അടുത്ത പേജിലുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.